ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രണ്ടാമത്തെ മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ എന്ന് പലരും ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക. നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഭൂരിഭാഗം പേരും അത് കണ്ടിട്ടില്ല. കാണാതിരിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. ഞാനതിൻ്റെ ലിങ്ക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും ഷെയർ ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അതൊരു സാമ്പിൾ വീഡിയോ ആയിരുന്നു. എങ്ങനെ വ്ലോഗ് ചെയ്യാം എന്ന് ഞാൻ പഠിച്ചൊരു വീഡിയോ ആണ്. ജസ്റ്റ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് പോയി കാണണം അതും. അപ്പോൾ ഇന്നത്തെ യാത്ര കുടൽമാണിക്യ അമ്പലത്തിലേക്കാണ്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നമുക്ക് ഉത്സവം വരുമ്പോൾ ബാക്ക് സ്റ്റേജിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന്. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ. നമ്മളിങ്ങനെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസും റീൽസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ ബാക്ക് സ്റ്റേജിൽ എന്താ നടക്കുന്നത്, പ്രോഗ്രാംസിൻ്റെ ആ സ്റ്റേജ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് പറ്റാവുന്നതുപോലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മഴ ചതിച്ചു. സമയത്തിന് എനിക്ക് എത്താൻ പറ്റിയില്ല. വലിയ മഴയായിരുന്നു. അവസാനം ഓട്ടോ വിളിച്ച് വരേണ്ടി വന്നു. റോട്ടിലൊക്കെ ആകെ ചെളിയാണ്. മാത്രമല്ല ആളുകൾ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി മഴയുടെ ആയിരിക്കാം. പിന്നെ ഇന്ന് ഒന്നാം തിരുവുത്സവ ദിനമാണ്. ഇന്നലെയായിരുന്നു കൊടിയേറിയത്. 4ാമത്തെ വർഷമാണ് ഞാനിപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി മെമ്പറായിട്ടുള്ളത്. ആദ്യത്തെ ഒരു 2 വർഷം അമ്പലത്തിനകത്ത് തന്നെയായിരുന്നു. ഉച്ചയ്ക്കൊരു 12 മണിക്ക് വന്ന രാത്രി 12 മണി വരെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ടേ വീട്ടിൽ പോകാറുള്ളൂ, 10 ദിവസം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ജീവിത സാഹചര്യങ്ങളും മാറി, ഉത്തരവാദിത്തങ്ങൾ കൂടി, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാത്തിലും തിരക്കിലാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ളൊരു നെയിമാണ് ആദ്യം ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷെ ഇത് സെർച്ച് ചെയ്താൽ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും പോലെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ ഈ പേര് സെലക്ട് ചെയ്തത് വോയിസ് ഓവർ നോയ്സ് വിത്ത് ഇന്ദു. ഈ പേരിനൊരു പ്രത്യേകതയുണ്ട്. എനിക്കതിന് കൃത്യമായിട്ടൊക്കെ കുറച്ച് അർത്ഥങ്ങളുണ്ട്. അത് കുറച്ച് സീരിയസ് ടോക്കാണ്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതുമായിട്ട് നമുക്ക് ചേർത്ത് കൊണ്ടുപോകണ്ട. ഓക്കെ, മെയിനായിട്ട് 2 സ്റ്റേജാണുള്ളത്. ഒന്ന് സംഗമവേദി, പിന്നെ പുറത്തെ സ്റ്റേജായിട്ടുള്ള മാണിക്യം വേദി. ഈ പുറത്തെ സ്റ്റേജിലാണ് എനിക്ക് ഡ്യൂട്ടി. ഞാനിതൊരു ഡ്യൂട്ടി ആയിട്ടൊന്നും കാണുന്നില്ല, കാരണം എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. സ്റ്റേജ് ഫിയറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനത് സ്വന്തമായിട്ട് മാറ്റിയെടുത്തതാണ്. ഇവരാണ് എൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ്. എന്നെ കണ്ടതിലുള്ള ആഹ്ലാദവും ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതിനുള്ള എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും കാണുന്നത്. ഇങ്ങനൊരു ഉത്സവം ഉണ്ടാകുമ്പോൾ കൂടിച്ചേരുന്ന കുറച്ച് പേരാണ് ഞങ്ങളെല്ലാവരും. പ്രായം കൊണ്ടും പ്രൊഫഷൻ കൊണ്ടും ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ എന്നെക്കാളും ഒരുപാട് മുകളിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു ഹോംവർക്കാണ്. ഞാൻ എന്നെ തന്നെ എഴുതി പഠിപ്പിച്ച് ശീലിപ്പിച്ച് എടുക്കുന്ന കുറച്ച് നല്ല നല്ല പാഠങ്ങളാണ് ഇതൊക്കെ. പലതരത്തിലുള്ള, പല സ്വഭാവത്തിലുള്ള, പല പ്രായത്തിലുള്ള, പല പക്വതയിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. കലാകാരന്മാരൊക്കെ പരിചയപ്പെടാൻ പറ്റും. അതാണ് ഈ പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഏപ്രിൽ മെയ് മാസമായി കഴിഞ്ഞാൽ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഓടി വരുന്നത്. ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള സ്റ്റാൻലി സാർ അടക്കം വളരെ ഉന്നത നിലയിലിരിക്കുന്ന പല പ്രമുഖന്മാരുമാണ് ഈ കമ്മിറ്റിയിലുള്ളവർ. അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ ജീവിതാനുഭവങ്ങളും എല്ലാം നമുക്ക് പഠിക്കാനും അതിൽ നിന്ന് റീലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ നീളുന്ന നോൺ സ്റ്റോപ്പ് പ്രോഗ്രാംസാണ് 2 സ്റ്റേജുകളിലും. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഡ്യൂട്ടി അനൗൺസിങ് അല്ലെങ്കിൽ ആങ്കറിങ് എന്നുള്ളൊരു പരിപാടിയാണ്. ഞാൻ ആദ്യത്തെ വർഷം വന്നപ്പോൾ ഞാൻ ചോദിച്ച് മേടിച്ചതാണ്. കുഴപ്പമില്ലയെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം ഇത്രയും 4 വർഷമായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ ഒരുപാട് വെള്ളികളൊക്കെ വീണിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോട്ടിൽ പറയുമ്പോൾ വാക്കുകളൊന്നും കിട്ടാതെ തപ്പി തടഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പിന്നീട് അതിനെ റെഡിയാക്കിയെടുത്ത് സെറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവരേണ്ടതാണ്. സമ്മേളനത്തിന് ശേഷം കഥകളിയായിരുന്നു സ്റ്റേജിലെ ആദ്യത്തെ പ്രോഗ്രാം. കഥകളി അങ്ങനെ പൊതുവേ ആളുകൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്രോഗ്രാം അല്ലാത്തത് കൊണ്ടായിരിക്കാം ആളുകൾ കുറവായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു കഥയാണ് അവരിന്ന് കഥകളിയായിട്ട് അവതരിപ്പിച്ചത്. എൻ്റെ വലതുകാലിലും മുടന്ത് ഇടതുകാലിലേക്ക് മാറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച ആ സ്റ്റോറിയാണ് അവർ ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരേക്കും കഥകളി ഇങ്ങനെ കണ്ടിരുന്നിട്ടില്ല. ശ്രീരാമ പട്ടാഭിഷേകമൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ പുതിയൊരു കഥ കണ്ടത് ഞാനിപ്പോഴാണ്. പിന്നെ ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ ഒരു പ്രാവശ്യം ഈ സ്റ്റേജിൽ വെച്ച് കഥകളി അവതരിപ്പിച്ചിരുന്നു. അത് ടീച്ചറുടെ ആയതുകൊണ്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇതെനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ക്യാമറയിൽ വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇദ്ദേഹം സ്റ്റേജിലേക്ക് ആദ്യം വന്നപ്പോൾ എന്തോ ചവയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അതെന്താണാവോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ കഥകളി തുടങ്ങിയതിന് ശേഷമാണ് ഈ ഭദ്രകാളിയുടെ ക്യാരക്ടറാണതിൽ. അപ്പം 2 വലിയ പല്ലുകൾ പുറത്തേക്കിടുകയും അതുപോലെ തന്നെ അകത്തേക്കിടുകയും ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ആദ്യം ചവയ്ക്കുന്ന പോലെ തോന്നിയത്. പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് ആളുകളിലേക്ക് അത് എത്തിക്കുന്ന അത് വലിയൊരു സംഭവം തന്നെയാണ്. കഥകളിയിൽ നിന്നല്ല, എന്ത് കലാരൂപമാണെങ്കിലും ആളുകൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. 1.5 മണിക്കൂർ പ്രോഗ്രാമായിരുന്നു. 1.5 പോയിട്ട് അരമണിക്കൂറെങ്കിലും തികച്ചത് കണ്ടിരുന്നവർ വളരെ കുറച്ചുള്ളൂ. നമുക്ക് എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കാണാൻ ശ്രമിക്കുക, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതല്ലാതെ ഇതെന്ത് കഥകൾ, ഇതെന്ത് ഓട്ടം തുള്ളൽ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോകണതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രോഗ്രാം കമ്മിറ്റിയിൽ വന്നേ പിന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെയുള്ള പല സ്ഥലങ്ങളിൽ പല വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ കാണാൻ പറ്റി. അതൊക്കെ ഒരു ഭാഗ്യമാണ്. പിന്നെ ഈ അനൗൺസിങ് എന്ന് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും പോയി പറഞ്ഞാൽ പോരാ. നമ്മൾ ആ കലാകാരന്മാരെ പോയി മീറ്റ് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് റിക്വയർമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചറിയണം, അവരുടെ പക്കമേളക്കാരെയും പിന്നെ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്താൻ അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിയണം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻട്രോ പറയണം എന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി എഴുതി റെഡിയാക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, എനിക്കതിൻ്റേതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അവരെ കണ്ട് സംസാരിക്കുക, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഒന്ന് കുറച്ച് നേരം സംസാരിച്ച് അവരൊക്കെ ഒന്ന് എന്താ പറയുക, കാമായിട്ട് നിർത്തുക. മെയിനായിട്ട് തിരുവാതിരക്കളിക്ക് വരുന്ന ചേച്ചിമാർക്കാണ് പ്രശ്നം. അവർ വളരെ ടെൻസ്ഡായിരിക്കും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് വളരെ ഉറക്കെ സംസാരിക്കും. അത് നമുക്കും ഡിസ്റ്റർബൻസാണ്. അതിനുള്ളൊരു ട്രിക്കാണ് അവരടുത്ത് പോയിട്ട് സംസാരിച്ച് അവരെ ടെൻഷൻ ഫ്രീ ആക്കി കാമാക്കി നിർത്തുക എന്നുള്ളത്. പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്കും നൈറ്റും ഫുഡുണ്ട്. ഫുഡ് നമുക്ക് ഈ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ വേറെ കൂപ്പണിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല, കയറി കഴിക്കാം. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു, മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഉപ്പേരി, അച്ചാർ, സാമ്പാർ, രസം, പപ്പടം. നല്ലൊരു ഊണായിരുന്നു. ഊണൊക്കെ കഴിഞ്ഞിട്ട് അകത്തെ വേദിയിൽ എന്താ നടക്കണമെന്ന് അറിയണമല്ലോ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നു. ഞങ്ങളെല്ലാവരും ഒരേ കമ്മിറ്റിയിലുള്ള ആളുകളാണെങ്കിലും 2 സ്റ്റേജ് ആയതുകൊണ്ട് പലരും പല സ്ഥലത്തായിരിക്കും. അപ്പോൾ വന്ന് കണ്ട് സംസാരിക്കലൊക്കെ വളരെ കുറവാണ്. പിന്നെ നമ്മൾ പെൺപിള്ളേരല്ലേ, ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ 2 കമ്മലൊക്കെ കണ്ടാൽ നോക്കിയിരിക്കും. അങ്ങനെ കുറച്ച് കമ്മലൊക്കെ കണ്ട് അപ്പോഴും നമ്മുടെ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ ഗ്യാപ്പിലാണ് നമ്മൾ പോയി ഫുഡ് കഴിക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗ്ലാസ് പായസം കിട്ടി, അതും കുടിച്ചു. കുശാലായി. ഇനി വീട്ടിൽ പോയി ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് പ്രോഗ്രാംസ്. ഇന്ന് ഓൾറെഡി ഒരു പ്രോഗ്രാം ക്യാൻസൽ ആയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര രാത്രി 1 മണിക്ക് ശേഷം ആയാൽ. എല്ലാവർക്കും ഷിഫ്റ്റാണ്. പകൽ കുറച്ച് പേര് വരുന്നുണ്ട്, രാത്രി കുറച്ച് പേര് വരുന്നുണ്ട്. പകൽ വരുന്നവരുടെ കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇത്രയും ചൂടിൽ ആ സ്റ്റേജിനുള്ളിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ പെൺപിള്ളേർ ഇങ്ങനെ സാരിയും സെറ്റും കൊണ്ട് കൊടുത്തു വരുമ്പോൾ പറയേ വേണ്ട. അപ്പം അത്രയേ ഉള്ളൂ. ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാണ്ട് പറഞ്ഞിട്ടുണ്ട്, അതും എനിക്കറിയാം. എങ്കിലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാവും. അതല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടോക്സ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് കുറച്ച് ഡിസ്കഷൻസൊക്കെ നടത്താനുണ്ട്. അപ്പം കാണും വരേക്കും ബൈ ബൈ.